കുത്തിയുടച്ചു നമ്മൾ നമ്മുടെ കണ്ണിനുള്ളിലെ കൃഷ്ണമണി. നമ്മൾ അറത്തു മുറിച്ചു പാട്ടുകൾ പാടിയ കുയിലിൻ പൂങ്കുരല്. വെട്ടിയെടുത്തു തണലും കുളിരും നൽകിയ മാവിൻ തായ്വേര്. തെരുവിലെറിഞ്ഞു ഇതുവരെ നമ്മൾ കരുതി വളർത്തിയ പൂങ്കതിര്. തലമുറ കാത്തു പുലർത്തിയ പുഴകൾ നിറച്ച് നുരയ്ക്കുമഴുക്കുകളാക്കി. തിരികത്തിച്ചു വണങ്ങിയ കാവുകളൊക്കെ നിരത്തി നിരത്തുകളാക്കി. കുടിവെള്ളത്തിന് തെണ്ടും കുട്ടികൾ വയറ് വരണ്ട് വിളിക്കുന്നു. തരിശു നിലത്തിൻ ഹൃദയത്തിൽ ചെന്നത് മാറ്റൊലികൾ തീർക്കുന്നു. പൊരുതിയ വാക്കുകൾ ഇടറുകയാണോ? പൂക്കൾ തീക്കനലാവുകയാണോ? തലയിലൊഴിക്കാൻ കോരിയ വെള്ളം ചേറും ചെളിയും മൂടിയതാണോ? വാഴുന്നവർ വീഴുന്നതു കണ്ടു, വീണു കിടന്നവർ വാണതു കണ്ടു. വാണം വീണും നാടിഴയുമ്പോൾ പുതിയൊരു തലമുറ താഴുകയല്ലോ. വാണം വീണും നാടിഴയുമ്പോൾ പുതിയൊരു തലമുറ താഴുകയല്ലോ. കുത്തിയുടച്ചു നമ്മൾ നമ്മുടെ കണ്ണിനുള്ളിലെ കൃഷ്ണമണി. നമ്മൾ അറത്തു മുറിച്ചു പാട്ടുകൾ പാടിയ കുയിലിൻ പൂങ്കരൽ. നമ്മൾ അറത്തു മുറിച്ചു പാട്ടുകൾ പാടിയ കുയിലിൻ പൂങ്കുരല്. വെട്ടിയെടുത്തു തണലും കുളിരും നൽകിയ മാവിൻ തായ്വേര്. തെരുവിലെറിഞ്ഞു ഇതുവരെ നമ്മൾ കരുതി വളർത്തിയ പൂങ്കതിര്. അച്ഛൻ 25 വർഷം ആയിട്ട് കൺമുന്നിൽ ഇല്ലാഞ്ഞതുകൊണ്ട് കൺമറഞ്ഞു പോയി, മൺമറഞ്ഞു പോയി. പക്ഷേ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ എൻ്റെ പിതാവാണ്. ഇപ്പോഴും 87ാമത്തെ വയസ്സിൽ എന്നും മൊബൈൽ ഫോണിൽ വിളിച്ച് എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്ന എൻ്റെ മാതാവാണ്. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരാണ്. ഞാൻ കുടിച്ച വെള്ളവും ശ്വസിച്ച വായുവും ഓടിക്കളിച്ച മണ്ണും കണ്ടു വിഭ്രമിച്ച അഗ്നി സംഭൂതമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും നക്ഷത്രരാജികളും. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എല്ലാ എഴുത്തുകാർക്കും എല്ലാ വ്യക്തികൾക്കും അനുസ്മരിക്കാൻ തക്ക രീതിയിൽ ഉള്ള ഒന്ന് തന്നെയാണ് എനിക്കുമുള്ളത്. എങ്കിലും നമ്മുടെ വിരൽപ്പാട് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ നമ്മുടെ കൃഷ്ണമണിയുടെ ബയോളജിക്കൽ പ്രത്യേകതകൾ നമുക്ക് മാത്രം ആയിരിക്കുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോ തലവരയുണ്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ ആരോപിച്ചാൽ സത്യമായിരിക്കുന്നത് പോലെ ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാസ്തവം ആണ് എനിക്കുള്ളത്. ഞാൻ ഒരുപാട് അഭിമുഖങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒരേ സൂര്യനെ തന്നെ നമ്മൾ പല പ്രഭാതങ്ങളിലും കാണുന്നത് പോലെയും ഒരേ പുഴയിൽ ഒരു തവണയല്ലാതെ വീണ്ടും കുളിക്കാൻ പറ്റില്ല. രണ്ടാമത് കുളിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ തവണയായി പോവും, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കുളിയായിരിക്കും. പി കുഞ്ഞിരാമൻ നായരുടെ കവിത വായിക്കുമ്പോൾ പരം വ്യവഹാര പരീതനെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നിലീന ചിത്തനായി ശശിബിംബം കണക്കിറയത്ത് ചൂരൽ കസാലയിൽ ചാരിക്കിടക്കയാണച്ഛൻ. ആ 2-3 വരികൾ വാക്കുകൾ പെട്ടെന്ന് മാറിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞത്. ചിന്തിക്കുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ താതവാക്യത്തിലൊക്കെ കാണുന്നത് ചുട്ടുപൊള്ളിക്കുകയും തൂക്കിയെടുത്ത് തറയിലടിക്കുകയും ക്രൂരമായി ശാസിക്കുകയും ശപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പിതാവാണ്. ഒരു പിശാചിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ വായിക്കാൻ തുടങ്ങിയ 17 വയസ്സ് തൊട്ട്, അതിനു മുമ്പേ ഞാൻ വായിച്ചിട്ടുണ്ട്, എങ്കിലും 17 വയസ്സ് തൊട്ട് അദ്ദേഹത്തിൻ്റെ പിതൃസ്മരണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്ക് എണ്ണം കൂടി. 1000 കണ്ണുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ തുടങ്ങി. കാരണം ശശിബിംബം കണക്കിറയത്ത് ചൂരൽ കസാലയിൽ ചാരി കിടക്കയാണ് അച്ഛൻ എന്നുള്ളത് എനിക്കും എന്നും ഒരു നിത്യവാസ്തവമായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോഴും സന്ധ്യയ്ക്ക് കയറി വരുമ്പോഴും അച്ഛൻ വൈദ്യശാലയിൽ പോയിട്ട് വന്നിട്ട് ഓരോ മനുഷ്യരുടെ രോഗാതുരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് വർണ്ണിക്കും. അന്ന് കുട്ടികളായ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ആയുർവേദം എന്ന് പറയുന്ന ആയുസ്സിൻ്റെ വേദമാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും സ്വന്തം ശരീരത്തെയാണ്.
അങ്ങനെ തന്നെയാണ് ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്ന് പണ്ട് തൊട്ടേ പാടിപ്പോരുന്നത്. ആർക്കാണോ ശരീരത്തോട് ശ്രദ്ധയില്ലാത്തത്, ആരാണോ ശരീരത്തെ ബഹുമാനിക്കാത്തത്, അല്ലെങ്കിൽ ആരാണോ ഈ ശരീരമൊക്കെ എന്തടേ നീ പോടാ എന്ന് പറഞ്ഞ് കളിയാക്കി വിടുന്നത്, അവരെല്ലാം തളർന്നു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം പല രീതിയിൽ രോഗാതുരരാകുന്നതും അവരുടെ ശേഷി നശിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്ക് കൂടെ പഠിച്ചിരുന്ന എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കിടിമന്നൻ കൂട്ടുകാരനുണ്ടായിരുന്നു, പത്മകുമാർ. ഞങ്ങളവനെ കോവളം പപ്പൻ എന്ന് വിളിക്കും. അവൻ്റെ സ്വകാര്യ വാസ്തവങ്ങളിലേക്ക് ഞാൻ ഈ ചാനലിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ എത്ര കരുത്തനായ ഒരു കൂട്ടുകാരനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ പുലിയൂരെ എന്നാണ് വിളിക്കുന്നത്. പുലിയൂരെ, എന്താ പുലിയൂരെ, ഇതൊക്കെ അങ്ങ് പോട്ടെ, എനിക്കിപ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട്, എനിക്ക് ഷുഗറുണ്ട്, എൻ്റെ കിഡ്നി ഫെയിലിയറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ അത് ചെയ്യരുത്, നീ എന്തൊരു കരുത്തനായിരുന്നു, നീ ഗുസ്തിക്കാരനെ പോലെ അല്ലായിരുന്നോ? അവൻ പറഞ്ഞു, പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച പപ്പൻ മരിച്ചു, അവന് വയസ്സ് 60. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പ്രാഥമികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഏറ്റവും വലിയ ലാഭമാണ് ആരോഗ്യം. അത് മഹാഭാരതത്തിലുള്ളതാണ്. മഹാഭാരതം എഴുതപ്പെടുന്നതിന് മുമ്പേ അത് അനുവർത്തിക്കപ്പെട്ടു വന്ന ഒരു വാസ്തവമായിരിക്കാം. കാരണം അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമായ ഒരു കാവ്യം എഴുതാൻ വേദവ്യാസന് തർക്കമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു വലിയ പാരമ്പര്യമുണ്ടായിരിക്കും, ദർശനമുണ്ടായിരിക്കും, ശാസ്ത്ര സത്യങ്ങളുണ്ടായിരിക്കും. അവരെല്ലാം ആണയിട്ട് പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും വലിയ ലാഭം ആരോഗ്യമാണ്. ഇതെന്നെ പഠിപ്പിച്ച അച്ഛൻ എൻ്റെ മുന്നിൽ അപൂർവ വൈദ്യനായിട്ട് നിറഞ്ഞു നിൽക്കുന്നു.